ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിന്ന് നേരെ തേക്കടിക്കാണ് പോകുന്നത്. തേക്കടിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ഉണ്ട്. നമ്മളിവിടെ നിന്ന് പോയിട്ട് വലിയ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. ഒത്തിരി സ്പീഡിലൊന്നും പോകില്ല. നല്ല രാവിലെ തന്നെ നല്ല മഴയും കോടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ 8 മണിയൊക്കെ എത്തി. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഗസ്റ്റും വന്നു, ലഗേജ് വന്നു. ലഗേജ് എടുത്ത് മുകളിൽ കെട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തത് കഴിഞ്ഞ നേരത്തെ പൊക്കി തരാനായിട്ട് അവിടുത്തെ റൂം സർവീസ് ബോയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഹെൽപ്പോട് കൂടിയും എല്ലാ ലഗേജും മുകളിൽ വെച്ച് കെട്ടി പടുതയൊക്കെ വിരിച്ച് നല്ല ടയൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് കെട്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. ഏകദേശം കെട്ടിക്കഴിഞ്ഞ് ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗസ്റ്റ് ഇറങ്ങി. നമ്മൾ ഗസ്റ്റ് ഇറങ്ങി നേരെ തേക്കടിക്ക് പോവാണ്. തേക്കടിക്ക് ഏകദേശം പറഞ്ഞല്ലോ 3-3.5 മണിക്കൂറുണ്ട്. നല്ല കോടയായിരുന്നു കേട്ടോ. ഓപ്പോസിറ്റുള്ള വണ്ടികളൊന്നും കാണാൻ പറ്റാത്ത രീതിക്കുള്ള കോടയായിരുന്നു. പിന്നെ ആദ്യത്തെ അവർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ നിർത്തി. പിന്നെ ആദ്യത്തെ പോയിൻ്റ് വണ്ടമേടിലേക്ക് നിർത്തി. വണ്ടമേട് ഗണപതി സ്റ്റാച്യൂവിൻ്റെ അടുത്ത് നിർത്തി. അങ്ങനെ അവരെ കൊണ്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുപ്പിച്ച് നേരെ തേക്കടിക്ക്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗസ്റ്റിന് എലിഫൻറ്റ് റൈഡ് വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എലിഫൻറ്റ് റൈഡ് ബുക്ക് ചെയ്യിപ്പിച്ച് അവരെയും എലിഫൻറ്റ് റൈഡിലേക്ക് കയറ്റി വിട്ടായിരുന്നു. ഏകദേശം നമ്മൾ ഗസ്റ്റ് വന്നിട്ട് 15 പേരുണ്ട്. 2 കുട്ടികളടക്കം 15 പേരുണ്ട്. അവരങ്ങനെ ഹാപ്പിയാക്കി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ചെന്നു. ഇന്ന് ഗസ്റ്റിന് സ്റ്റേ വരുന്നത് തേക്കടിയിലെ വുഡ് നോട്ട് എന്ന റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ പോയി ചെന്നപ്പോഴത്തേക്ക് നല്ല സെലിബ്രേഷൻ ആയിരുന്നു. ഇന്നലെ അവൾക്ക് നല്ല സെലിബ്രേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്തപ്പൂക്കളൊക്കെ ആയിട്ട് സെറ്റായിരുന്നെന്ന് പറഞ്ഞത്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്യിപ്പിച്ച് ഞാൻ മുകളിലും കയറി ലഗേജൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബും ചെയ്തേക്കണേ.